തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയ തിരുനാൾ സമാപിച്ചു. സമാപന ദിവസം മാർ ജോർജ് ഞെർലക്കാട്ട് പിതാവ് തിരുനാൾ സന്ദേശം നൽകി. ടൗൺ പ്രദക്ഷിണത്തിന് കട അലങ്കാരത്തിന് 1ാം സ്ഥാനം നേടിയ സണ്ണി പതിയിൽ പിതാവിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങി. നമ്മുടെ ഇടവക ഒപ്പം കുടിയേറ്റ ജനതയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരും മധ്യസ്ഥരുമായ വിശ്വസഭ തിരുനാൾ സംയുക്തമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ് ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരിടും. ഈ ദിവസങ്ങൾ ദൈവകൃപയുടെ ദിവസങ്ങളായി ഭവിക്കട്ടെ. തിരുവനന്തപുരത്ത് കർത്താവ് പറയുന്നതുപോലെ തന്നെ. ഒപ്പം നിങ്ങളിവിടെ ദേവാലയത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ധാരാളം പ്രാർത്ഥന നിയോഗങ്ങൾ കാണും. ആ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി കുർബാനമന്ദിരത്തിൽ പ്രാർത്ഥിക്കുന്നതാണെന്ന് കൂടി ഉറപ്പ് പറയുകയാണ്. പ്രിയമുള്ളവരെ, വികാരിച്ചൻ ആമുഖത്തിൽ നല്ല വാക്കുകൾ പറഞ്ഞ് എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. അത്രയ്ക്ക് പറയേണ്ട കാര്യത്തിലേക്ക് തന്നെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. കാസർഗോഡ് റീജിയനെ പറ്റി പറഞ്ഞല്ലോ. ഇങ്ങനെ കാസർഗോഡ് റീജിയനിൽ ചിന്ത വന്നപ്പോൾ ഞാൻ രൂപതയിലെ അച്ഛന്മാരോട് ചോദിച്ചിരുന്നു, ആരെയാണ് വികാരി ജനറാളൊക്കെ ആക്കേണ്ടത്? ഒരു വോട്ടെടുത്താണ് രഹസ്യമായി. അപ്പോൾ കാസർഗോഡ് ഭാഗത്തേക്ക് ജനറാളച്ചനായി ജീവിക്കാൻ അവർ നിയോഗിക്കപ്പെട്ട വ്യക്തി ജോർജച്ചനായി എഴുതുന്നച്ചനായിരുന്നു. അപ്പം അങ്ങനെ അച്ഛൻ എന്നോടുകൂടി 4 വർഷക്കാലം കാസർഗോഡ് റീജിയൻ്റെ വികാരി ജനറാളായിട്ട് സേവനം ചെയ്ത് വളരെ ഓർക്കുകയാണ്. അച്ഛൻ വളരെയേറെ പ്രേക്ഷിത ചൈതന്യമുള്ള ഒരു മനുഷ്യനാണ്. ഒരു കഠിന അധ്വാനിയാണ്. 75 വയസ്സൊക്കെ ആയി. പൗരോഹിത്യത്തിൻ്റെ സ്വർണ്ണ ജൂബിലി ആഘോഷിച്ചു. വേണമെങ്കിൽ വിശ്രമിക്കാമായിരുന്നു. പക്ഷെ ദൈവം ആരോഗ്യവും കൊടുത്തിരിക്കുന്നതുകൊണ്ട് കൂടുതൽ അധ്വാനിക്കാൻ ഇഷ്ടമുള്ളതോടെ അച്ഛൻ സേവനം തുടരുകയാണ്. അച്ഛൻ നമ്മുടെ ഇടവകയിൽ പറഞ്ഞത് തീർച്ചയായിട്ടും നമുക്കൊരു ഭാഗ്യമാണ്. അച്ഛൻ്റെ ഇടവകയിലെ എല്ലാ പ്രവർത്തന വിജയികളും നേരുകയാണ്. നമ്മുടെ കൂടെ ഇടവകരായ 2 അച്ഛന്മാരുണ്ട്. കൂടാതെ നമ്മുടെ അച്ഛനും വിശ്വവേദിയിൽ പങ്കുചേരുന്നുണ്ട്. അവരെ ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നവർക്കെല്ലാ മംഗളങ്ങളും നേരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദഹനകാലത്തിലെ 5ാമത്തെ ഞായറാഴ്ച, അതിന് മുമ്പ് ഒരു കാര്യം പോയി. എനിക്ക് കുർബാന തുടങ്ങിയപ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നി. കാരണം കുർബാനയിൽ നമ്മുടെ മക്കളൊക്കെ നല്ല ഉറക്കെ പ്രാർത്ഥിക്കുന്നു, പാട്ട് പാടുന്നു കേൾക്കും. പറയുന്ന ശ്രദ്ധിക്കാൻ കേൾക്കത്തില്ല. നിങ്ങൾ പാടുന്നത് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ അത് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ നല്ലൊരു പരിശീലനം കിട്ടിയതുകൊണ്ടാണ്. ഒരു വർഷത്തേക്ക് ഉപദേശിച്ച് നിങ്ങളെ അങ്ങനെ പഠിപ്പിച്ചിട്ട് പോയിരുന്നു. നന്നായിട്ട് പാടുന്നു, പഠിക്കും. അത് നല്ല കാര്യമാണ്. ഞാൻ നിങ്ങളെയും എല്ലാവരെയും നന്നായിട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും അഭിനന്ദിക്കുന്നു. ആരംഭ ശുദ്ധം പോലെ കുർബാന അവസാനം വരെ അങ്ങനെ പാടണം കേട്ടോ. ലോകത്തെ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓർക്കൊന്നും വരാൻ. പ്രിയമുള്ളവരെ, ഞാൻ നമ്മുടെ ദനകാലത്തിലാണ്. നമ്മുടെ ആരാധന വർഷം ദനകാലമാണ്. ദനകാലത്തിന് 5ാമത്തെ ഞായറാഴ്ചയാണ്. ഇപ്പൊ ദനകാലിന്റെ അർത്ഥം എന്താണ്? ദനകാലത്ത് നമ്മൾ നേടിയെടുക്കേണ്ട ചില ബോധ്യങ്ങൾ, ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ സന്തോഷത്തെ പറ്റി കുറച്ച് കാര്യം പരാമർശിക്കും. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങൾക്കെല്ലാം എന്നോട് ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. ദനക എന്ന വാക്കിന്റെ അർത്ഥം അവസാനം ചോദിച്ചാൽ കുർബാനയാണെങ്കിൽ ചോദിച്ചു പോയ സമയം കഴിഞ്ഞു പോകും. വാക്കിന്റെ അർത്ഥം എന്താ? ദനകയുടെ പ്രത്യക്ഷമാക്കലാണ്, വെളിപ്പെടുത്തലാണ്. നമ്മൾ ഇരുട്ടുള്ളൊരു മുറിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് ആരെങ്കിലും ടോർച്ച് അടിച്ചാലേ നമ്മുടെ മുഖം പ്രകാശിക്കും. അങ്ങനെ നമ്മളെ വെളിച്ചമടിച്ച് നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നത്, അതാണ് ദനക എന്ന വാക്കിന്റെ അർത്ഥം. ദനകാലം ആരംഭിക്കുന്ന ഈശോയുടെ മാമോദീസയോടെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യോർദാനിൽ ഈശോ മാമോദീസ സ്വീകരിക്കാൻ ചെല്ലുന്നു. യോർദാൻ മാമദാന ആദ്യമൊക്കെ തടസ്സമൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അത് സമ്മതിക്കുന്നു. ഈശോ മാമോദീസ സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ സുവിശേഷം പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുക, സ്വന്തം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവരുടെ മേലെ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവുമുണ്ടായി. എന്താണ് സ്വരം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചു. പിള്ളേർക്കറിയാം. അതാണ് ഉണ്ടായത്. ത്രിത്വൈക ദൈവം തന്നെ വെളിപ്പെടുത്തിയാണ്. പിതാവിന്റെ സ്വരം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, പുത്രൻ മാമോദീസ സ്വീകരിച്ചു. അതിന് മുമ്പും അതിന് ശേഷവും നമ്മൾ വേദപുസ്തകങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ദനകാലത്തിലെ എല്ലാ ഞായറാഴ്ചകളിലെയും വായനകൾ ഈശോ ആരാണ് നമുക്ക് വെളിപ്പെടുത്തി തരികയും. സ്കൈ ഹോം ബിൽഡേഴ്സ് നിങ്ങളുടെ സ്വപ്ന വീടിന് വിശ്വസ്തമായ കൈത്താങ്. പിലാത്തറ മാതമംഗലം റോഡ്, ചെറുതാഴം ഹെഡ് ഓഫീസിന് സമീപം. 10 വർഷത്തെ വിശ്വാസം, നിലവാരം. സ്ക്വയർ ഫീറ്റിന് 1650 മുതൽ ആധുനിക രീതിയിൽ
വീടുകൾ. വീടിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി താക്കോൽ കൈമാറി. വാസ്തു പരിഗണിച്ച് തയ്യാറാക്കുന്ന പ്ലാനുകൾ 2 എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായി പൂർത്തീകരണം. പ്ലാൻ സൂപ്പർവിഷൻ സേവനങ്ങൾ. സ്കൈ ഹോം ബിൽഡേഴ്സ് വിശാലമായ സൗകര്യത്തോടും വിശ്വാസത്തോടും കൂടി. കഴിഞ്ഞ 10 വർഷമായി കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാർവണ ബിൽഡേഴ്സ് കുണ്ടന്തടത്തിനടുത്ത് സ്വന്തം കെട്ടിടത്തിൽ സ്കൈ ഹോം ബിൽഡേഴ്സ് എന്ന പേരിൽ വിശാലമായ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 825747 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക.